അല്ല, എന്റെ ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പോ പാർട്ടിക്ക് അനഭിമതനാണോ അഭിമതനാണോ ഇപ്പൊ? അതാ ഞാൻ പറഞ്ഞത് പല ഘട്ടങ്ങളിലായി മനസ്സിലാക്കുന്നത് പാർട്ടിക്ക് അപ്രിയനാണോ എന്ന്. അല്ല, മനസ്സിലായില്ലല്ലേ? അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്. പല ഘട്ടങ്ങളിലായി പാർട്ടിക്ക് അനഭിമതനായ ചില കാര്യങ്ങൾ ചെയ്തിട്ടുള്ള പത്മകുമാറിനെ ഇപ്പോൾ പിന്തുണയ്ക്കണമെങ്കിൽ അത് പത്മകുമാറിന് മാത്രമായിട്ടുള്ള പിന്തുണയില്ല എന്ന് പറഞ്ഞ എന്താ അർത്ഥം? പിന്തുണയ്ക്കാൻ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് മാറ്റുന്നില്ല എന്നുള്ളത്. പി ജയരാജന്റെ കാര്യത്തിലും ശശീന്ദ്രന്റെ കാര്യത്തിലും ഒക്കെ കണ്ട ഒരു വേഗം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോഴേക്കും അല്ല, ആ വേഗം ഇതിൽ കാണുന്നില്ല എന്നുള്ള പാർട്ടി ഇപ്പം നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമുണ്ട്. ചൊവ്വാഴ്ച ജില്ലാ കമ്മിറ്റി കൂടി. അതാണ് ചോദിച്ചത്. അതാണ് സാങ്കേതികത്വം. അതായത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു തീരുമാനമെടുത്ത് സ്വാഭാവികമായത് ജില്ലാ കമ്മിറ്റി പറയട്ടെ, അവർ പറഞ്ഞിട്ടാണ് തീരുമാനം എന്നൊന്നും അല്ല പ്രധാനപ്പെട്ട വിഷയം. അല്ല ഞാൻ പറഞ്ഞത്, അതാ ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ വളരെ സാങ്കേതികമാണ് മറുപടി, സാങ്കേതികത്വത്തിലാണ് മറുപടി. അതിലാണ് ഈ പറയുന്നത് കുറ്റാരോപിതൻ മാത്രം. അപ്പോൾ ജില്ലാ കമ്മിറ്റി കഴിയുമ്പോഴേക്കും കുറ്റാരോപിതൻ അല്ലാതെ കുറ്റവാളിയാകും. അല്ല, ഒറ്റ കാര്യം ജില്ലാ കമ്മിറ്റി ചൊവ്വാഴ്ചയാണല്ലോ ചേരുന്നത്. ജില്ലാ കമ്മിറ്റി കഴിയുമ്പോഴേക്കും കുറ്റാരോപിതം മാറി കുറ്റവാളിയാകും. ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു നിലപാടെടുത്ത് മാധ്യമങ്ങളോട് പറയലല്ലോ പാർട്ടിയുടെ രീതി. അല്ല, പാർട്ടിയുടെ രീതി എന്താണ്? പാർട്ടി ആദ്യം മാറ്റി നിർത്തണോ വേണ്ടയോ? ഡോക്ടർ അരുൺ ജില്ലാ സെക്രട്ടറി പറഞ്ഞല്ലോ. ഒന്ന് സ്മൃതി പറഞ്ഞതിലെ ഒരു വൈരുദ്ധ്യം. ഒന്ന്, ഈ പത്മകുമാർ പാർട്ടിക്ക് വലിയ താല്പര്യമുള്ള കക്ഷിയല്ല എന്ന് സ്മൃതി തന്നെ പറഞ്ഞു. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് പത്മകുമാറിനെ പരിഗണിച്ചില്ല. വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായി വിളിച്ച വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ വിഷയത്തിൽ. അപ്പോൾ പാർട്ടിക്ക് അഭിമതനല്ലല്ലോ. അതെ, പല കാര്യങ്ങളും അപ്പൊ പത്മകുമാറിനെ പിന്തുണയ്ക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോവല്ലേ? വൈരുദ്ധ്യമാണ് ഞാൻ പറഞ്ഞിട്ടും അങ്ങ് ആ ഭാഗം മാത്രം മനസ്സിലാവാതിരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം എനിക്കിതിലെ കൃത്യമായ തെളിവുകളായിട്ടൊന്നും പറയാനില്ല. എനിക്ക് എന്റെ നോട്ടത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അതാ ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് അരിഭക്ഷണം കഴിക്കുന്നവർക്ക് മനസ്സിലാകും. ഞാൻ പറഞ്ഞത് എത്രയേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്. എനിക്ക് മറുപടി കേൾക്കണ്ടേ? അങ്ങ് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. ഇത്രയേ ഉള്ളൂ. പാർട്ടിക്ക് ചില ഘട്ടങ്ങളിൽ അനഭിമതനായി നിന്നിട്ടുള്ള, പാർട്ടിക്ക് വിരുദ്ധമായ സമീപനങ്ങൾ പരസ്യമായി എടുത്തിട്ടുള്ള പത്മകുമാറിനെ ഇപ്പോൾ എന്തിനു സംരക്ഷിക്കണം? പറയട്ടെ, പൂർത്തിയാക്കട്ടെ, തിരക്കൂട്ടല്ലേ. അപ്പോൾ അതിന് സംരക്ഷിക്കുന്നതിന് കാരണം മറ്റെന്തൊക്കെയോ ആണ്. ആ മറ്റെന്തൊക്കെയാണ് ഇനി കണ്ടെത്തുന്നത്. ആ മറ്റെന്തൊക്കെയോ എന്നതിൽ ഈ കാര്യങ്ങൾ പത്മകുമാറിൽ നിൽക്കില്ല എന്ന സംശയം സ്വാഭാവികമായി വരുന്നേ. ജില്ലാ കമ്മിറ്റി സ്ഥാനത്ത് നിന്ന് മാറ്റിയില്ലെങ്കിൽ പത്മകുമാർ ഇത് പറയാതിരിക്കും, SIT അത് കണ്ടെത്താതിരിക്കും. അല്ല, അതൊന്നും പറയാൻ പറ്റില്ല. അതാണ് പാർട്ടി വിചാരിക്കുന്നത്. അതുകൊണ്ടാണ്. ഒരു മിനിറ്റ്, ഈ വിവരം പത്മകുമാറിന് അറസ്റ്റ് ഉണ്ടാകുമ്പോൾ പത്മകുമാർ എന്ന നേതാവിനെ അല്ലെങ്കിൽ പത്മകുമാർ എന്ന പേരെടുത്തുകൊണ്ട് അയാളെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന വാക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാനും കേട്ടാണല്ലോ. ഞാൻ കേട്ട വാചകം ഇതാണ്: ഏത് നേതാവാണെങ്കിലും ഒരു തരി സ്വർണം കൊണ്ടുപോയാൽ, ഇത് തന്നെയാണല്ലോ, ഒരു തരി സ്വർണം കൊണ്ടുപോയാൽ അത് ഞങ്ങൾ അനുവദിക്കില്ല. ഏത് നേതാവാണ് കണ്ടെത്തി കഴിഞ്ഞു. ഏത് നേതാവാണ് കൊടുക്കുന്ന വാർത്തകളെ അങ്ങ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും മറ്റു പ്രതികൾക്കും സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന തരത്തിൽ ഭരണപരമായ വീഴ്ച സംഭവിച്ചുവെന്നും ഇതുവരേക്ക് ഗൂഢാലോചന നടത്തിയെന്നുമാണ് റിമാൻഡ് റിപ്പോർട്ട്. ആ റിമാൻഡ് റിപ്പോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കി എന്നൊരു വരി ഉണ്ടോ? അല്ല, അപ്പൊ റിമാൻഡ് റിപ്പോർട്ടിലെ മുഴുവൻ കടലാസ് അങ്ങയുടെ കൈ കിട്ടിയോ? പിന്നെ താങ്കൾ പറയും ഇല്ലാത്തൊരു കാര്യം രാവിലെ മുതൽ ഹെഡ്ലൈൻ വായിക്കുക, രാത്രി നോക്കൂ, നമ്മുടെ കയ്യിൽ കിട്ടിയ റിമാൻഡ് റിപ്പോർട്ടിൽ സാമ്പത്തിക ലാഭം ഒരു പേപ്പർ വെച്ചിട്ട് അങ്ങ് പറയരുത്. സാമ്പത്തിക ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉണ്ടായിരുന്നു എന്നുള്ളതും ഈ വിഷയത്തിൽ സ്വർണം അടിച്ചുകൊണ്ട് പോയി എന്നുള്ളതും രണ്ടാണ്. ഒരു മിനിറ്റ് SIT 12 മണിക്കൂർ അവർ റെയ്ഡ് നടത്തിയോ? അതെ, അത് ഈ സ്വർണ്ണക്കടത്തിനുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടിന്റെ പേരിലാണ്. അതിലാണ് നമുക്ക് ഇന്ന് കിട്ടിയ സൂചനകൾ ചില ഭൂമി ഇടപാടുകൾ നടത്തിയതായി സംശയം. ഒരു മിനിറ്റ് ബന്ധുക്കളുടെ മൊഴി കിട്ടിയോ? ബന്ധുക്കളുടെ മൊഴി എന്താണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ സ്ഥിരം വരാറുണ്ടായിരുന്നു. കിട്ടിയില്ലേ? അപ്പൊ അതിന് അല്ല, എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇത് എവിടെ സംരക്ഷിക്കുന്നത് പറഞ്ഞത് എവിടെയാ? ജില്ലാ കമ്മിറ്റിയിൽ ഒരാളെ എങ്ങനെ പുറത്താക്കും? ഒരാൾക്കെതിരെ ഒരു കേസ് എടുക്കുന്നു, കേസെടുത്ത് അയാളെ അറസ്റ്റ് ചെയ്യുന്നു,
സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതെ, വേണ്ട വിധത്തിൽ ഞങ്ങൾ നടപടിയെടുക്കും, നടപടി വൈകില്ല എന്ന് വാക്ക് പറഞ്ഞാൽ ചർച്ച ഉണ്ടാവില്ലേ? രീതിക്രമങ്ങളില്ലേ? ഇല്ല, സംസ്ഥാന സെക്രട്ടേറിയറ്റുള്ള വിഷയം നന്നായിട്ട് സമയമൊന്നുമില്ല. ഈ പാർട്ടി നടപടി എടുക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പക്ഷേ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ പറയരുത്. പാർട്ടി സംരക്ഷിക്കുന്നു, പാർട്ടി സംരക്ഷിക്കുന്നു എന്ന് പറയുക. പാർട്ടി സംരക്ഷിക്കുന്നു. ആത്യന്തിക വാക്ക് താങ്കളാണോ? താങ്കളാണോ? താങ്കളുമല്ലല്ലോ. ഒരു മിനിറ്റ്, തെളിവ് വെച്ച് സംസാരിക്കുക. ഒരു മിനിറ്റ്, ഞാൻ ശക്തമായി വിയോജിക്കുന്നു. ഈ പ്ലാറ്റ്ഫോം എന്നുള്ളത് ഇവിടെ ഓരോരുത്തർക്കും അവനവന്റെ അഭിപ്രായം പറയാനുള്ളതാണ്. ഇല്ല, താങ്കൾ ഇവിടെ മിഡിൽ ഇരിക്കുന്നത് താങ്കൾ ഈ ചർച്ച നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന്റെ അർത്ഥം താങ്കൾ അവസാനം പറയുമ്പോൾ താങ്കൾ അത് ആ തീർപ്പ് കൽപ്പിക്കുന്നു. എപ്പോഴും പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് സ്മൃതി സംസാരിക്കുന്നത്. പാർട്ടി സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ എവിടെയാണ് SIT അന്വേഷണത്തിൽ പച്ചവെള്ളം പോലെ ഇവിടെ തെളിവായ പ്രതികരണം നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം ജില്ലാ കമ്മിറ്റിയിൽ ഈ നിമിഷം വരെ പത്മകുമാർ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ തുടരുന്നു. ജില്ലാ കമ്മിറ്റി യോഗം കഴിയുമ്പോഴേക്കും കുറ്റാരോപിതർ മാറുമോ? കുറ്റാരോപിതമല്ലല്ലോ. ഈ വിഷയത്തിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ ഭൂരിപക്ഷ അഭിപ്രായം പരിഗണിച്ച് മാറ്റി നിർത്തേണ്ടതാണെങ്കിൽ പാർട്ടി മാറ്റി നിർത്തും. അതാണ് നിലപാട്. അങ്ങനെയാണെങ്കിൽ കുറ്റാരോപിതർ മാത്രമാണ് കോടതി തീർപ്പ് കുറ്റാരോപിതനല്ലേ? അല്ല, കോടതി തീർപ്പ് ഏൽപ്പിക്കട്ടെന്ന് പറഞ്ഞ എന്തിനാ പാർട്ടി സെക്രട്ടറി? സാങ്കേതികമായി കുറ്റാരോപിതനല്ലേ? നിങ്ങൾ സാങ്കേതികത്വം ചില കേസിൽ പറയും, ചില കേസിൽ ബാത്റൂമിൽ പോലും പോകാതെ തലസ്ഥാനത്ത് സമരവും ചെയ്യും. അല്ല, ഉമ്മൻചാണ്ടി രാജിവെക്കുന്നതിന് വേണ്ടി നിങ്ങൾ കള്ള ആരോപണം പറയുന്ന ഒരു സ്ത്രീയെ ചൂടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് വാർത്താ സമ്മേളനം നടത്തുക. വേങ്ങര ഉപതെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം, വേങ്ങര തെരഞ്ഞെടുപ്പിൽ അതേ ദിവസം രാവിലെ വാർത്താ സമ്മേളനം കേരളം കണ്ടതാണ്. ഉപതെരഞ്ഞെടുപ്പിന്റെ ദിവസം രാവിലെ വാർത്താ സമ്മേളനം നടത്തുന്നു. കുട്ടികളെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ടിവിയുടെ മുന്നിൽ നിന്ന് മാറ്റി നിർത്തുക. നിങ്ങൾ മാത്രം കേൾക്കുക, മുതിർന്നവർ മാത്രം കേൾക്കുക. വാർത്താ സമ്മേളനം നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഭക്ഷണത്തരം വിളിച്ചു പറഞ്ഞ വാർത്താ സമ്മേളനം നടത്തി. ജോപ്പനെതിരെ പറയാനല്ല വാർത്താ സമ്മേളനം നടത്തുകയല്ല ചെയ്തത്. നിങ്ങളുടെ മുന്നിൽ ഉമ്മൻചാണ്ടിക്കെതിരെയായിരുന്നു. ഒരു സ്ത്രീ വന്ന് തന്നെ ഇത്രയും പേർ ലൈംഗികമായി ഉപയോഗിച്ചു എന്നുള്ള ഒരു പരാതി കൊടുക്കുമ്പോൾ അതിൽ പ്രമുഖരായ ആളുകളുടെ പേര് ഉൾപ്പെടെ അതിനകത്ത് പറയുമ്പോൾ ആ വിഷയം ഒരു വാർത്തയല്ലാതായി തീരുമോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അതൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ്. പിന്നെ ഏത് മുഖ്യമന്ത്രിയുടെ അതെല്ലാം സമ്മതിച്ചു. ഒരു മിനിറ്റ്, താങ്കൾ മാത്രം താങ്കൾ വിശദീകരിച്ചു. എനിക്കറിയേണ്ടത് ആ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരെങ്കിലും മാറ്റി നിർത്തിയോ? എന്തിനാ മാറ്റി നിർത്തിയത്? മുഖ്യമന്ത്രിയല്ല, മറ്റു നേതാക്കളെയല്ല, മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ തെളിവ് പുറത്തു വന്നപ്പോ എങ്ങനെ തെളിവ് പുറത്തു വന്നപ്പോ കേൾക്കൂ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വേറെ ആൾ ജയിലിൽ കിടന്നിട്ടുണ്ട്. തെളിവ്, ബാക്കി തെളിവ് എവിടെ? പറഞ്ഞോ? സംരക്ഷിച്ചോ? ഒരു മിനിറ്റ്, സംരക്ഷിച്ചില്ലേ? കുറെ കാലം സംരക്ഷിച്ചു. നമ്മുടെ ചർച്ചകളിലേക്ക് ശിവശങ്കരെയൊക്കെ തള്ളിയത് അവസാനമാണ്. ശിവശങ്കരെ തള്ളിയത് അതുവരെയും അദ്ദേഹത്തിന്റെ പദവിക്കനുസരിച്ച് അദ്ദേഹം നിങ്ങൾ എത്രയായാലും വളരെ കൃത്യമായി പറഞ്ഞു. ആരോപണം പോലെ പറയുന്നു. കുറ്റാരോപിതനായ ഒരു വ്യക്തി, കുറ്റാരോപിതനായ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരാളെ ആ സ്ഥാനത്ത് നിന്ന് ആ കേസ് ഒരൊറ്റ കാര്യം പറഞ്ഞോളൂ. നമ്മൾ ഈ സോളാർ കേസിലെ പ്രതി അവിടെ ലൈംഗികാരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതൊക്കെ കേരളം ചർച്ച ചെയ്തിട്ടുണ്ട്, നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ യുവതിയുമായിട്ടിരുന്ന ചർച്ചകളിൽ ഇരുന്നിട്ടുണ്ട്. അവർ ഓരോ ആരോപണങ്ങളും ഗൗരവത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നീട്
പിന്നീട് അത് അവസരത്തിനനുസരിച്ച് അത് ഉമ്മൻചാണ്ടിയിലേക്ക് മാറ്റിയതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അങ്ങ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കേണ്ട. ഉമ്മൻചാണ്ടി എന്ന നേതാവിനെതിരെ കൊണ്ടുവരുന്ന രൂപത്തിലേക്ക് അത് മാറിയത് എങ്ങനെയാണെന്ന് നമുക്കറിയാതാണ്. എനിക്കിതിൽ ഇനി അങ്ങോട്ട് തർക്കമില്ല. കേരളം ചർച്ച ചെയ്താണ്, നന്നായി ചർച്ച ചെയ്താണ്. അല്ല, ആ വിഷയത്തിൽ എനിക്ക് ചോദ്യമുണ്ട്. സോളാർ പാനലുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റിന് വന്ന ഒരു യുവതിയെ അന്നത്തെ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരാണെങ്കിലും ജനപ്രതിനിധികളാണെങ്കിലും ദുരുപയോഗം ചെയ്തു എന്ന് താങ്കൾക്കൊരു നിലപാടില്ലേ? എന്റെ നിലപാടൊക്കെ ഞാൻ പറയുകയും ഞാൻ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. എന്താ എനിക്ക് ധൈര്യത്തിനൊന്നും കുറവില്ല. ഞാൻ ചർച്ച ചെയ്തിട്ടുള്ളൂ. ആ നിലപാടിൽ നിന്നുകൊണ്ട് തന്നെയാണ് അത് ചർച്ച ചെയ്തത്. ഒരു മിനിറ്റ്, ഞാൻ ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയാണ് പോയി. ഞാൻ ചോദിച്ച ഒറ്റ ചോദ്യമുള്ളൂ. അന്ന് സൗകര്യമുള്ള വിഷയത്തിലേക്ക് അങ്ങ് മാറ്റണ്ട. ഞാനിവിടെ നിർത്തുന്നു. ഉത്തരം കിട്ടാൻ ഉത്തരവൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് സൗകര്യത്തിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയുന്നു, ഇപ്പോഴും ഇത്രയും തെളിവുകൾ വന്നിട്ടും ജില്ലാ കമ്മിറ്റിയിൽ പത്മകുമാർ തുടരുന്നത് അസ്വാഭാവികമാണ്. ശരി, ആ അസ്വാഭാവികതയുടെ കാര്യമായി സ്മൃതി പറഞ്ഞ ഒരു വാചകത്തോട് മാത്രമാണ് എനിക്ക് വിയോജിപ്പ്. അത് സംരക്ഷിച്ചു നിർത്തുന്നു എന്ന് വാചകം പറഞ്ഞു. ഈ സംരക്ഷണം എവിടെയാ? അത് പറ. സംരക്ഷണം ജില്ലാ കമ്മിറ്റിയിൽ തുടരുന്നു. ജില്ലാ കമ്മിറ്റി തുടർന്ന സംരക്ഷണമാവോ? എങ്ങനെ സംരക്ഷണമാവുക? ഈ കേസിന്റെ അന്വേഷണത്തെ അതെങ്ങനെ സംരക്ഷിക്കുക പത്മകുമാറിനെ? ഈ കേസിന്റെ അന്വേഷണത്തെ എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് അന്വേഷണം നടക്കുന്നത്. കോടതിയെ നോക്കുന്നത്. അപ്പൊ എങ്ങനെ സംരക്ഷിക്കുക? നിങ്ങൾ പാർട്ടിയിൽ സംരക്ഷിക്കുന്നു. എങ്ങനെ പാർട്ടിയെ സംരക്ഷിക്കുക? സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞു പാർട്ടി ജില്ലാ കമ്മിറ്റി കൂടാൻ പോകല്ലേ? പാർട്ടി ജില്ലാ കമ്മിറ്റിയിലെ സെക്രട്ടറി പാർട്ടിയുടെ രീതിക്ക് പോയാൽ മതി. പാർട്ടിയുടെ ഇന്നലെ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞു. വെള്ളിയാഴ്ച സെക്രട്ടേറിയറ്റ് കഴിഞ്ഞു. ശനി ഞായർ തിങ്കൾ ചൊവ്വ ജില്ലാ കമ്മിറ്റി വരുന്നു. ജില്ലാ കമ്മിറ്റിയിൽ സെക്രട്ടറി പങ്കെടുക്കും. അതിനുശേഷം എന്ത് സംഭവിക്കും? ജില്ലാ കമ്മിറ്റി പറയുകയാണ് ഞങ്ങൾക്ക് പത്മകുമാറിനെ വേണ്ട. അത് ആ നിമിഷം അങ്ങോട്ട് മാറ്റും. അതോടെ കുറ്റാരോപിതൻ മാറി അതിനകത്ത് കൗതുകകരമായ സ്മൃതി പറയുന്നത് കേട്ട കേരളത്തിന്റെ ചരിത്രത്തിൽ അറസ്റ്റ് ചെയ്ത ആ ദിവസം രാഷ്ട്രീയമായ വ്യക്തികളെ മുഴുവൻ അതാത് പദവികളിൽ നിന്ന് നീക്കിയ ചരിത്രമുണ്ട് വിധി വരുന്നതിന് മുൻപ്. അങ്ങനെയാണല്ലോ ഇതുവരെയുള്ള എല്ലാ ചരിത്രവും. ഏതെങ്കിലും ഒരു ഉദാഹരണം പറയാമോ സ്മൃതി? ഒറ്റ ഉദാഹരണം. ഒരു ആരോപണം വന്ന ദിവസം ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഇവിടുത്തെ ഏറ്റവും വലിയ ആരാധന തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിലെ വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ സ്വർണം കട്ടെടുത്ത് കൊണ്ടുപോയവരിൽ നിങ്ങളുടെ സഖാക്കളുമുണ്ട് എന്നുള്ളതിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഏത് സഖാവും? വളരെ ഗുരുതരമായ ആരോപണമാണ്. ഏത് സഖാവും? എൻ വാസുവും പത്മകുമാർ സ്വർണം കൊണ്ടുപോയെന്ന് എവിടെയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് തെളിയിക്കാൻ പറ്റുക? ഇപ്പൊ വന്നിരിക്കുന്ന തെളിവുകളിൽ എവിടെയാ ഈ സ്വർണം കൊണ്ടുപോയി എന്ന് തെളിയിക്കാൻ പറ്റുക? ഞാൻ ഒന്നും പറയാനില്ല. എനിക്ക് സൗകര്യം ഞാൻ പറയാനുള്ളത് പറഞ്ഞു. സ്വർണ്ണപ്പാളിയുടെ മുഖ്യ സൂത്രധാരൻ പത്മകുമാറാണെന്നുള്ള വാർത്ത നമ്മളാണ് കൊടുത്തിട്ടുള്ളത്. മുഖ്യ സൂത്രധാരൻ SITയുടെ മൊഴി റിമാൻഡ് റിപ്പോർട്ടിൽ അങ്ങനെ റിമാൻഡ് റിപ്പോർട്ട് ഫുള്ളായിട്ട് അങ്ങ് വായിച്ചോ? താങ്കൾ വായിച്ചു? അല്ല, പിന്നെ അങ്ങ് എന്താ ഈ പറഞ്ഞു? ഒരു പേജ് വെച്ചിട്ടില്ല അങ്ങ് വായിച്ചോണ്ടിരിക്കുന്നത്. പിന്നെ ബാക്കി പേജ് താങ്കൾ ബാക്കി പേജ് നമ്മുടെ റിപ്പോർട്ടർ ഹരിമോഹന്റെ റിപ്പോർട്ടിനെ തള്ളുന്നു. നമ്മുടെ കയ്യിൽ കിട്ടിയ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ. ഭരണപരമായ വീഴ്ച സംഭവിച്ചു. 2, ഇതിൽ ഗൂഢാലോചന നടത്തി ആർക്ക് ലാഭം ഉണ്ടാക്കുന്ന രീതിയിൽ. 3, പിത്തള എന്ന് എഴുതിയത് മാറ്റി അവിടെ സ്വർണ്ണം. ഞാൻ പറയുന്നില്ല, ഗുരുതരമായ വീഴ്ചയാണ്. പക്ഷേ അത് കൊടുത്തത് കമ്മീഷണറാണ്. കമ്മീഷണർക്ക് അത് കൊടുത്തത് സെക്രട്ടറിയാണ്. അതിൽ നിന്നാണ് പത്മകുമാറിലേക്ക് എത്തിയത്. അതാണ് വാസ്തവം. അവിടെയാണ് ഇരുന്ന് നമ്മൾ വിധി. അപ്പൊ ഒരു കാര്യം ചെയ്യും, അങ്ങനെ വാസ്തവം അങ്ങോട്ട് പറഞ്ഞോളൂ. വാസ്തവം നമ്മൾ പറയണം. നമ്മൾ വാസ്തവമേ പറയാമൂ. അതിന് മുന്നിൽ വന്നിട്ട് സഖാക്കൾ സ്വർണം കെട്ടു, സഖാക്കൾ സ്വർണം കെട്ടു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇത് എന്റെ അഭിപ്രായത്തിലുള്ള സമയമാണല്ലോ. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് പറയാനില്ല. കഴിഞ്ഞു. സൗകര്യമില്ല. Meet the editors.